രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, അയാൾ പരിവർത്തനം വരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഈ ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുകയാണല്ലോ ഈ ഋഷിമാര്, നീ ചെയ്യുന്ന പാപകർമ്മത്തിന്റെയൊക്കെ ഫലം നിന്റെ ഭാര്യയും മക്കളും പങ്കിട്ടെടുക്കുമെന്ന്. അപ്പൊ അദ്ദേഹം വളരെ കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അല്ലേ ജീവിക്കുന്നത്, വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അവര് എടുക്കാതിരിക്കില്ലല്ലോ, അവരൊക്കെ ഷെയർ ചെയ്യല്ലോ എന്ന്. എന്നാ ഒന്ന് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞപ്പോ ചോദിക്കാൻ പറയാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കണോ ഭാര്യയോട് മക്കളോട്, നിങ്ങളൊക്കെ ഷെയർ ചെയ്യുമല്ലോ? എന്താ ഉത്തരം? ഷെയർ ചെയ്യുന്നോ ഇല്ലയാന്നോ? ഷെയർ ചെയ്യില്ല. ഇന്നാണെങ്കിൽ രത്നാകരന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഭർത്താവായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് തന്നിട്ടുണ്ടാവും. ഓ അസത്തെ എന്നും പറഞ്ഞിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെയൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പങ്കിടില്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഇന്ന് ക്രൂവൽറ്റി ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ പൊതുവെ കാണുന്നത് അല്ലേ? ശരിയല്ലേ? ഭാര്യ 2 വീക്കിട്ട് പറയും, ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടൊക്കെ നേടിക്കൊണ്ടുവരുന്നിട്ട് നിങ്ങൾ അതൊന്നും പങ്കുവെക്കില്ല എന്നോ? തോന്നിവാസികൾ എന്നൊക്കെ പറഞ്ഞ് 4 ചീത്ത അവിടുന്ന് തുടങ്ങും. ഇനി ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ അയാൾ കള്ള് ഷോപ്പിലും പോകും. അതാണ് ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് രത്നാകരൻ ഉണ്ടല്ലോ, ആ ചോദ്യത്തിന്റെ വ്യക്തതമായി ഉത്തരം കിട്ടി. അവനവൻ ചെയ്യുന്നതൊക്കെ അവനവൻ അനുഭവിക്കണം. എനിക്ക് തോന്നുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്റെ മുമ്പുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് രത്നാകരന്റെ ഭാര്യ. കാരണം എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് രത്നാകരന്റെ ഭാര്യയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ രത്നാകരന്റെ ഭാര്യ കല്യാണം കഴിക്കുകയായിരുന്നു. കാരണം റിലേറ്റിവിറ്റി തിയറി ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, നോക്കൂ നിങ്ങൾ, ഇതിലപ്പുറം എന്താ പറയാനുള്ളത്? ഇതന്നെയല്ലേ റിലേറ്റിവിറ്റി തിയറി. ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം എന്നുള്ളതല്ലേ റിലേറ്റിവിറ്റി തിയറി. ചെയ്തതൊക്കെ അവനവന്റെ നേരെ തിരിച്ചു വരും. ഇത് മനസ്സിലാക്കിയപ്പോ രത്നാകരൻ ഉണ്ടല്ലോ ഭാര്യയെ 4 ചീത്ത പറയല്ല ചെയ്തത്. അതേ ഉടനെ മഹാത്മാക്കളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എങ്കിൽ ഇതിന്നൊക്കെ പുറത്തു കടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഞാൻ കം ഔട്ട് ഓഫ് ദീസ് എന്നുള്ളതാണ്. ഇതൊക്കെ എന്നെ പിടികൂടുമെങ്കിൽ ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നു? അപ്പോഴാണ് അവര് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അവര് പറഞ്ഞ വഴിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ജീവിതത്തില് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നു. അങ്ങനെ ശരീരമാകുന്ന വാൽമീകത്തിൽ നിന്നും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അന്തർജ്യോതിസിലേക്ക്, തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര വൈഭവത്തിലേക്ക് പരിവർത്തനം വന്ന് ഉയർത്തിയത് കൊണ്ടാണ് രത്നാകരൻ ആരായിത്തീർന്നത്? വാൽമീകിയായിട്ട്. ഇന്ന് നമ്മുടെ മനസ്സുണ്ടല്ലോ പുറം കാര്യങ്ങളിലാണ് വ്യാപരിച്ചിരിക്കുന്നത്. അതിന് പുറത്തേക്ക് പോകാനുള്ള ശക്തി വിശേഷങ്ങളൊക്കെ കൊടുക്കുന്നത് അകത്തിരിക്കുന്ന ഒരു ശക്തിയാണ്. അപ്പൊ മനുഷ്യ മനസ്സിന് പുറത്തേക്കും വ്യാപരിക്കാൻ സാധിക്കും, അതിന് അകത്തേക്ക്. കുട്ടികൾ ബബിൾ ഗം കഴിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ്. കുട്ടികൾ ബബിൾ ഗം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചവച്ചരിപ്പിക്കലാണ്. അതിന് പുറത്തേക്ക് വീർക്കാനും സാധിക്കും, വീണ്ടും അതിന് ഉള്ളിലേക്ക് വരാനും സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാഷയെ പറഞ്ഞാൽ, യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇതുപോലെയാണ് അത്രേ മനുഷ്യ മനസ്സ്. കൂർമോങ്കാനീവ നല്ല ഉദാഹരണമാണ്, മനസ്സിലാക്കി വെക്കേണ്ട ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ വിളക്കിന് താഴെ എന്തിനെ വെച്ചിരിക്കുന്നത്? ആമയെ വെച്ചിരിക്കുന്നത്. എന്തിനാണ് അത്രേ ആമയെ വെച്ചിരിക്കുന്നത്? ഭഗവാൻ തമിഴ്നാട്ടുകാരനാണോ? കാരണം അവരാണല്ലോ എന്ത് ചോദിച്ചാലും ആമ ആമ എന്ന് പറയാ. അങ്ങനെയാണോ? അല്ല, ഭഗവാന് തമിഴ്നാട്ടുകാരനായതുകൊണ്ടല്ല ആമയെ വെച്ചിരിക്കുന്നത്. ആമയെ വെച്ചിരിക്കുന്നത് കൂർമോങ്കാനീവ. എന്താ അതിന്റെ പ്രത്യേകത? ഇന്ദ്രിയങ്ങളെ പുറത്തേക്കും ഇന്ദ്രിയങ്ങളെ അകത്തേക്കും. ഇതുപോലെ മനസ്സെന്ന് പറയുന്ന സാധനത്തെ ലോകത്തിലേക്കും വ്യാപരിപ്പിക്കാൻ സാധിക്കും. ആ മനസ്സിനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ കഴിവ് നേടിയെടുത്താൽ നാം ഓരോരുത്തരും രാവണനിൽ നിന്നും മാറി രാവണനിലേക്ക്. കേവലം മനസ്സിനെ ഇന്ദ്രിയങ്ങളിലൂടെ പുറം ലോകത്തിലേക്ക് മാത്രം വെച്ചുകൊണ്ട് തന്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഓരോരുത്തരും മാറും? രാവണനായി മാറും. നമ്മുടെ സ്വഭാവം വിളിച്ചു പറയാനേ, നമ്മുടെ കേവലം നമ്മുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എപ്പോഴും പുറത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ രാവണനെ പോലെ എന്നല്ല സ്വാമി എന്ന്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കൂ നിങ്ങൾ. അപ്പൊ അവര് പറഞ്ഞു തരും ആരാ നമ്മളെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആരായി മാറണോ? രാവണനായി മാറണോ? എന്നാൽ ഈ മനസ്സിന് രാവണനിൽ നിന്നും ക്രമേണ ആരിലേക്ക് വരാൻ സാധിക്കും? രാവണനാവാൻ പ്രയാസമില്ല.
പക്ഷെ രാമനാവാൻ പ്രയാസമുണ്ട്. എളുപ്പമല്ല രാമനാവാൻ. കാരണം മനസ്സെന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെക്കുന്ന സംസ്കാരങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അതിന് ചില പ്രയത്നങ്ങൾ, പരിശീലനങ്ങൾ ആവശ്യം. രാമായണത്തിലുണ്ടല്ലോ നമുക്ക് 3 രാജ്യങ്ങളുടെ കഥ കാണാം. അയോധ്യ എന്നും കിഷ്കിന്ധ എന്നും അതുപോലെ തന്നെ ലങ്ക എന്നും 3 രാജ്യങ്ങളുടെ പ്രധാന കഥകൾ. ഈ 3 രാജ്യങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ, അയോധ്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങള്, കിഷ്കിന്ധയിൽ നടക്കുന്ന സംഭവ വികാസങ്ങള്, അതുപോലെ ലങ്കയിൽ നടക്കുന്നത്. ഈ കഥകളെയൊക്കെ നമ്മൾ നോക്കുമ്പോഴും അവിടുത്തെ കഥാപാത്രങ്ങളെയൊക്കെ നോക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു സൂക്ഷ്മമായി ചിന്തിച്ചാൽ ലങ്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതീകമാണ്. ലങ്ക അത് തിരിച്ചിട്ടാൽ കാലം നറുത്തെടുക്കും. കാലത്തിന്റെ കൈകളിൽപ്പെട്ട സാധനമാണ് ഈ ശരീരം. അതുകൊണ്ട് ലങ്കയുടെ വർണ്ണനൊക്കെ നോക്കിയ രസമാണ്. 24 ഗോപുരങ്ങള്, 7 മതിൽക്കെട്ടുകള്, ഇതൊക്കെ പറയുമ്പോണ്ടല്ലോ സാംഖ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരീരത്തിന്റെ വർണ്ണന തന്നെയാണെന്ന് മനസ്സിലാക്കാം. ശരീരത്തെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് വർണ്ണിക്കുന്നത് സാംഖ്യശാസ്ത്രത്തില്. ദ്വീപാണ് ലങ്ക. നമ്മളെ ശ്രീലങ്കയെ കാണുന്നുണ്ടല്ലോ. ഈ ശരീരത്തിലേക്ക് നോക്കിയാൽ 80% വെള്ളവും ബാക്കിയാണ് അത്ര ഈ മാംസ ശരീരം. ഇതൊരു ദ്വീപ് പോലെയാണ്. ഇവിടെയാണ് ഈ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ, ഈ ശരീരം തന്നെയാണ് സുഖത്തിന് കാരണം എന്ന് കരുതി ജീവിക്കുന്ന മനസ്സിനെ നമ്മൾ രാവണ മനസ്സായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇനി കിഷ്കിന്ധ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. കുരങ്ങന്മാരവിടെയാണല്ലോ. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, മനസ്സിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒന്നിലും ഉറച്ചു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന മനസ്സാണത്. അതുകൊണ്ട് അത് കിഷ്കിന്ധയാണ്. അവിടെ 2 തരം മനസ്സുകളുണ്ട് എന്നാണ്. ഒന്ന് സുഗ്രീവ മനസ്സും ഒന്ന് ബാലി മനസ്സും. ബാലിശ്യമായി എടുത്തു ചാടുന്ന മനസ്സുകളൊക്കെ എത്ര ശക്തിയും എത്ര അറിവും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ബാലിമാര് തന്നെയാണ്. കാണാമല്ലോ സമൂഹത്തില്. എന്നാൽ വിവേകത്തോടുകൂടി ഏതൊരു മനസ്സ് ജീവിക്കുന്നുണ്ടോ അത് സുഗ്രീവ മനസ്സാണ്. ഇനി വീണ്ടും നമ്മളെ അയോധ്യയിലേക്ക് കടക്കുകയാണെങ്കിൽ, അയോധ്യ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ്. ബുദ്ധി കൊണ്ട് മാത്രമേ യുദ്ധമില്ലാത്തൊരു ജീവിതം, സംഘർഷമില്ലാത്തൊരു ജീവിതം മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീരാമസ്വാമി ഊന്നിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ശ്രീരാമസ്വാമി നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ്. അപ്പൊ ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുമ്പോണ്ടല്ലോ ഏത് പ്രതിസന്ധിയെ വേണമെങ്കിലും നമുക്ക് വളരെ പതറാതെ തളരാതെ കടന്നു പോകാനുള്ള കഴിവ് നമുക്കുണ്ട്. നമുക്ക് രാമചരിത മാനസത്തിലേക്ക് നോക്കാം. അവിടെ കാണാം അദ്ദേഹം തുളസീദാസ് ശ്രീരാമസ്വാമിയെ നമസ്കരിക്കും. പറയുന്നത്, ശ്രീരാമസ്വാമിയെ വന്ദിച്ചുകൊണ്ട് പറയുന്നത്, പ്രസന്നതാം യാനഗതാഭിഷേക തദാന്നമംളേ വനവാസ ദുഃഖത മുഖാംബുജം ശ്രീ രഘുനന്ദനസ്യ. ആ മുഖാംബുജമുണ്ടല്ലോ എന്റെ ഹൃദയത്തിൽ ഞാൻ ഭാവയാമി, ഭവിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെയാണ്. ഏത് ശ്രീരാമസ്വാമിയുടെ മുഖം? അച്ഛൻ പട്ടാഭിഷേകത്തിന് തയ്യാറാവൂ എന്ന് പറയുന്ന സമയത്ത് ശ്രീരാമസ്വാമി പട്ടാഭിഷേകത്തിന് തയ്യാറാവാൻ ഒരു പ്രസന്നത മുഖത്ത് വെച്ചതുപോലെ ആ വെച്ചിരിക്കുന്ന മുഖം, അതേ പ്രസന്നതയോടുകൂടി ശ്രീരാമസ്വാമി കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന രംഗം. അപ്പൊ കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും പട്ടാഭിഷേകത്തിന് തയ്യാറാകുമ്പോഴും ശ്രീരാമസ്വാമിയുടെ മുഖാംബുജത്തിന് യാതൊരു മാറ്റം വന്നില്ല എന്നുള്ളതാണ്. എന്ന് പറയുമ്പോണ്ടല്ലോ ശ്രീരാമസ്വാമിയുടെ മനസ്സ് ഒരു അനുകൂലമായ പരിതസ്ഥിതിയിൽ വല്ലാതെ അങ്ങോട്ട് ഒരു ചാട്ടവും ചാടിയില്ല. എല്ലാം പ്രതികൂലമായി തീർന്നപ്പോ അത് തളരാതെ തീർന്നില്ല. ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് ആര് നേടിയെടുത്തിരുന്നു? ശ്രീരാമസ്വാമി നേടിയെടുത്തിരുന്നു. സുഖത്തെയും ദുഃഖത്തെയും ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കാൻ ഈ മനസ്സിന് സാധിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മൾ നല്ലവണ്ണം ഉപയോഗിച്ചാൽ സാധിക്കുന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അങ്ങനെ ബുദ്ധി കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമബുദ്ധിയോടുകൂടി കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ആരുടെ മനസ്സുള്ളവരായി തീർന്നു? ശ്രീരാമ മനസ്സുള്ള. അവിടെ യുദ്ധങ്ങളില്ല എന്ന് പറയണം. അതാണ് അയോധ്യ എന്ന് പറയുന്നത്. അവിടെ ഐക്യമുണ്ട്, സ്നേഹമുണ്ട്, ഒത്തൊരുമയുണ്ട്, ഹാർമണിയുണ്ട്, പീസ് ഉണ്ട്, സമാധാനമുണ്ട്. ഇത് നമുക്ക് നേടിയെടുക്കാൻ രാമായണത്തിലൂടെ സാധിക്കുമെന്ന് ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ദൃഷ്ടിയിലൂടെയൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റോറി, ഇറ്റ് ഈസ് എ ഗൈഡ്. നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഐക്യത്തോടും ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടി കൊണ്ടു നടക്കാൻ സാധിക്കും? അതിന് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്? പലരും പറയാൻ എളുപ്പം സാധിക്കും, സ്നേഹിക്കണം, കാരുണ്യം കാണിക്കണം, ദയ കാണിക്കണം,
ഇന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചോദ്യം നമ്മളിൽ അവശേഷിക്കണോ, ഇഫ് ദ സൊസൈറ്റി ഈസ് ലൈക്ക് ദാറ്റ്, വൈ ഷുഡ് ഐ ചേഞ്ച് മൈസെൽഫ് എന്നുള്ളത്. എല്ലാവരും സ്വാർത്ഥരാകുമ്പോൾ ഞാനെന്തിനു സ്വാർത്ഥത വിട്ടുകൊണ്ട് ജീവിക്കണം? ഇന്നത്തെ കുട്ടികൾ അതല്ലേ ചോദിക്കുക, ആണോ അല്ലയോ? എല്ലാവരും മത്സരവും എല്ലാവരും പോരും കാണിക്കുമ്പോൾ നമ്മളും കാണിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അന്വേഷണം ഇതായിരിക്കണം. ഞാൻ നല്ല സംസ്കാരത്തേക്കിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നത് നാളത്തെ എൻ്റെ ജീവിതത്തെ കൂടുതൽ ആദരണീയവും കൂടുതൽ ബഹുമാനവും അതുപോലെ തന്നെ എനിക്ക് തന്നെ സംതൃപ്തിയും എനിക്ക് തന്നെ ഒരു സന്തോഷവും ഉള്ള ഒരു ജീവിതം വാർത്തെടുക്കാനാണ്. ഇന്നത്തെ ജീവിതം മാത്രം ചിന്തിക്കുന്നത് രാവണന്മാരും നാളത്തെ ജീവിതത്തെ കൂടി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരൊക്കെ രാമന്മാരുമാണ്. നാളെ ഞാൻ ആരായിരിക്കണം, ഏത് മനസ്സുള്ള ആളായിരിക്കണം, എങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരിക്കണം ചിന്തിക്കേണ്ടതല്ലേ? വേണോ വേണ്ടയോ? ഇന്നത്തെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്നലെ വരെ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരമാണ്. ആണോ അല്ലേ? എന്റെ ഇന്നത്തെ സംസ്കാരം ഇന്നലെ വരെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരമാണ്. ആണോ അല്ലയോ? അതോ ഇന്ന് രാവിലെ മുതൽ എനിക്ക് പുതിയ സംസ്കാരം ഒന്നും വരാൻ പോകില്ല. ഇന്നലെ വരെ ഞാൻ എങ്ങനെ പെരുമാറിയോ അതുപോലെ തന്നെ എനിക്ക് ഇന്നും ഞാൻ പെരുമാറും. പക്ഷെ വേണമെങ്കിൽ ഇന്ന് എനിക്ക് എന്റെ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാലോ, തീരുമാനിക്കാലോ. ഞാൻ ഇങ്ങനെയൊന്നും ഇനി ചെയ്യാൻ പോകുന്നില്ല. ഉണ്ടോ? ശബരിമലയ്ക്ക് വ്രതെടുക്കുന്നവരതല്ലേ ചെയ്യുന്നത്. ഇന്നലെ വരെ തോന്നിവാസങ്ങൾ കാണിച്ചവരൊക്കെ ശബരിമലയ്ക്ക് വ്രതെടുക്കുന്നതോടുകൂടിയിട്ട് ഇന്ന് തീരുമാനിക്കണോ, ഇനി ഞാൻ പലതും ചെയ്യില്ല, രാവിലെ എണീക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അപ്പൊ മാറ്റം വരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ചെറിയൊരു സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് വരണോ, മാറ്റങ്ങളൊക്കെ വരണോ. അങ്ങനെ അവരുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ശബരിമല പോയി വരുന്നത് വരെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. വീണ്ടും ആ രാവണൻ രാമനാവും. വീണ്ടും ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും രാമൻ അത്ര ക്ലിയർ ആണ്. എനിക്ക് വളരെ കുറവാണ് പരിചയമാണ്. അതൊക്കെ പരിചയമുള്ള നീക്ക് എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാതെ. അപ്പൊ ഇതൊക്കെ ശരിയാണ്. പലരും പറയും ഇത് രസമാണ് കേട്ടോ, ഈ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞവര് പോകുമ്പോണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ മോക്ഷമൊന്നുമില്ല, വേറെ കാര്യം. പക്ഷെ ഒരു സത്യമുണ്ട്, 40 ദിവസം വ്രതം പണ്ടുള്ളവർ, ഇപ്പൊ അതും ഇല്ല, അപ്പൊ പറഞ്ഞു വീട്ടുകാർക്ക് മോക്ഷമുണ്ട് ഇയാളെ കൊണ്ട്. കാരണം 10-40 ദിവസം ഇയാളൊരു മര്യാദയ്ക്ക് ജീവിക്കും, ഒരു ചിട്ടയോടുകൂടി അടുപ്പൊക്കെ ആയിട്ട് രാവിലെ കുളിച്ച് കുറച്ചു നേരമെങ്കിലും ദൈവത്തിന്റെ ഭജനവും പാട്ടും ഇതുപോലെയൊക്കെ കുറച്ചു നേരമൊക്കെ ഇരുന്നോളൂ, പാട്ടും കൂത്തും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ പക്ഷെ 41 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തനി നിറം, ശങ്കരൻ വീണ്ടും തിങ്ങി തന്നെ. ഇനിയിപ്പൊ അടുത്ത 41 വരാൻ എത്രയോ അമ്മമാരെ പ്രാർത്ഥിക്കാന്നറിയോ, എന്റെ ഭഗവാനെ വേഗം വൃശ്ചിക മാസം വരണേന്ന്, അവന്റെ സ്വഭാവം ഒന്ന് അങ്ങനെയെങ്കിലും നേടിയല്ലോ എന്ന് വെച്ചിട്ട്. ഈ ഒരു ചിന്തകള്, ഇന്ന് ഞാൻ ആരാണോ അത് ഇന്നലെ വരെ ഞാൻ ഉണ്ടാക്കിയ സംസ്കാരമാണെങ്കിൽ നാളെ ഞാൻ ആരാവണം എന്ന് നിശ്ചയിക്കുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പരിവർത്തനം. വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ നമുക്ക് പ്രായം കൂടുന്തോറും ഏത് രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും എനിക്ക് ഉണ്ടാവുക. അത് ആര് നിശ്ചയിക്കണം? അവനവൻ നിശ്ചയിക്കണം. വാസ്തവത്തിൽ നമ്മളെ ആവശ്യമുള്ളവരാക്കി തീർക്കുന്നതും ആവശ്യമില്ലാത്താക്കി തീർക്കുന്നതും ആര് തന്നെയാണ്? അവനവൻ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കൂ. ഞാൻ ഒരിക്കലും ഒരു വേദനാത്മകമായിട്ടുള്ള ഒരു കഥ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ സീനിയർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ട് ഒരേ ഒരു മകൻ വളരെ കഷ്ടപ്പെട്ട് അയാളെയൊക്കെ പഠിപ്പിച്ച് മകനെ പറഞ്ഞു വെച്ചു അമേരിക്കയിലേക്ക്. അവിടെ ചെന്ന് MBA ഒക്കെ എടുത്ത് അയാൾ വലിയ കാശൊക്കെ സമ്പാദിച്ച് പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് വലിയ വീടൊക്കെ വെച്ച് അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ വീടൊക്കെ വിൽക്കാൻ. അച്ഛന് വീട്ടില് മുകൾ ഭാഗം കൊടുത്തിട്ട് ഇവൻ താഴെ. പിന്നെ അവന്റെ കമ്പനിയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും, ഇടയ്ക്കിടയ്ക്ക് പാർട്ടി നടത്തും. ആ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറയണം, സ്വാമി എന്നെ എന്ന് രക്ഷിക്കണം ഈ വീട്ടിൽ നിന്ന്, എനിക്ക് മധ്യേ ജീവിതം. എന്താ പ്രശ്നം വെച്ചാൽ മകൻ സംസാരിക്കില്ല, ആര് വന്നാലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കില്ല. ആ അച്ഛനോട് 7 മണിയാകുമ്പോൾ പറയാം, അച്ഛൻ ഇനി മുകളിൽ പോയിക്കോളൂ, എന്നിട്ട് ഇറങ്ങി വരണ്ട, അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ചില പാർട്ടികളൊക്കെ. അവിടെ നിന്ന് കുടിച്ച് കൂത്താടി ബഹളമൊക്കെ വെച്ച് അവൻ്റെ ഭാര്യയും അതിനനുസരിച്ച് തന്നെ. അപ്പൊ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനെ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ അദ്ദേഹം എന്നോട് കരഞ്ഞോട് പറയാണ്, സ്വാമി ഞാൻ എന്ത് പാപം ചെയ്തു, ഞാൻ എത്രയോ ലോൺ എടുത്തിട്ടാണ് അവനെ അമേരിക്കയ്ക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്, എന്തിന് ദൈവം എനിക്കിങ്ങനെ പണിഷ്മെന്റ് തരുന്നു? ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത്രയും, അങ്ങ് ഈ നിമിഷം അങ്ങേ തന്നെ വെറുക്കുന്നു. ഈ സംസ്കാരം ആരുണ്ടാക്കി വെച്ചു? ഇതിന് മകനല്ല ഉത്തരവാദി, അങ്ങ് ഉത്തരവാദിയാണ്. അങ്ങ് മകന്റെ കാര്യം മാത്രം നോക്കി, അങ്ങേലൊരു പരിവർത്തനം വരുത്തേണ്ട കാര്യം നോക്കിയില്ല. അന്ന് ഈ ആത്മീയതയിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയതേ ഇല്ല. അന്ന് കരുതി മകൻ വലിയ ഉദ്യോഗസ്ഥനായാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മകനെ ഒരു വഴിക്കാക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ എന്നെ വേറെ വഴിക്കാക്കണം എന്ന് തോന്നുന്നത്. ഇനിയിപ്പം അവനെ മാറ്റാൻ പറ്റില്ല, കാരണം ഇന്നിപ്പോൾ അയാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ്.
ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എത്രയോ എത്രയോ ആളുകളുടെ ജീവിതം നമ്മളത് കാണുകയാണ്. ആണോ? പ്രായമാകും തോറും മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെസ്പെക്ട്, ഒരു ആദരവ്, ഇതൊക്കെ നമുക്കുണ്ടാവണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ചിന്തകളിൽ മാറ്റം വരുത്തിയേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ രാവണനെ പോലെ ജീവിക്കാം, വേണമെങ്കിൽ ആരെ പോലെ ജീവിക്കാം? രാമനെ പോലെ. പക്ഷെ രാമനെ പോലെ ജീവിച്ചാൽ അവിടെ സ്നേഹമുണ്ട്, ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്, ജീവിക്കുന്നതിൽ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയുണ്ട്, നമുക്ക് നമ്മളോട് തന്നെ ഒരു ആദരവ്.